ഇരമ്യാവിന്റെ പുസ്തകം 20-ാമത്തെ വാക്യം. ഇരമ്യാവ് 20:9. ഞാൻ ഇനി അവനെ ഓർക്കയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലും അതെന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. മതി. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട എന്നാൽ വളരെ ആഴമുള്ള ഒരു വചനമാണ് ദൈവാത്മാവ് നമുക്ക് തന്നത്. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോ ഏകദേശം 2:30-3 മണിയോളമായി ഉറങ്ങിയപ്പോ. കാരണം പപ്പായ്ക്ക് വയ്യാത്തത് കൊണ്ട് അതിൻ്റെതാകുന്ന സ്തോത്രം കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ സ്തോത്രം ഞാൻ ഇന്നലെ രാത്രി ഞാനും വൈഫും ഞങ്ങൾ വളരെ ലേറ്റായിട്ടാണ് തടിയൂർക്ക് പോയത്. ഈ കറണ്ടിന്റെ പ്രയാസം. അതിനുശേഷം ആണ് ഞാൻ ഈ വചനം ധ്യാനിക്കാൻ ഇടയായി. എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഈ വചനം കഴിഞ്ഞ ദിവസമേ നൽകി തന്നിരുന്നു. എന്നാൽ അതിനെ ഞാൻ പഠിക്കുവാനും ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുവാനും അല്പസമയം താമസിച്ചു. എങ്കിലും കൃത്യമായി ദൈവാത്മാവ് വചനത്തിന്റെ വിവേചനം എനിക്ക് നൽകി തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഞാൻ ആത്മാർത്ഥമായി പറയുന്നത്, വളരെ ഈടുറ്റ ഒരു ചിന്ത, ഒരു വെളിപ്പാട് ഈ വചനത്തിന്റെ അകത്ത് മറഞ്ഞിരുന്നു. ഇരമ്യാവിന്റെ പ്രവചന പുസ്തകം പ്രധാനപ്പെട്ട ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇരമ്യാവ് ഈ പ്രവചനങ്ങളെ ഉദ്ധരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ദൈവജനം അവരുടെ പാപ സ്വഭാവം വിട്ട് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണം. ആ മടങ്ങി വരവിനുള്ള പ്രവാചകന്റെ ആഹ്വാനമാണ് ഇരമ്യാവിന്റെ പ്രവചന പുസ്തകം. പാപ സ്വഭാവങ്ങളിൽ ജീവിക്കുന്ന ജനം എന്ത് ചെയ്യണം? അത് വിട്ട് ദൈവത്തിങ്കലേക്ക് മടങ്ങി പോകണം. സ്തോത്രം ചെയ്യും. അനാദോത്ത് എന്ന് പറയുന്ന ഹിൽക്കിയാവിന്റെ മകനായിട്ടാണ് ഇരമ്യാവ് ജനിക്കുന്നത്. അനാദോത്ത് എന്ന വാക്കിന്റെ അർത്ഥം പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരങ്ങൾ, അല്ലെങ്കിൽ ഉത്തരം ലഭിച്ച പ്രാർത്ഥനകൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അനാദോത്ത്. അങ്ങനെ അർത്ഥം വരുന്ന ഒരു ഗ്രാമത്തിലാണ് ഹിൽക്കിയാവിന്റെ മകൻ, ഹിൽക്കിയാവ് എന്ന് പറയുന്നത് ഒരു പുരോഹിതനായിരുന്നു, അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ആര് ജനിച്ചത്? ഇരമ്യാവ് ജനിക്കുന്നത്. നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പലർക്കും ഈ അറിവില്ല. സ്തോത്രം ചെയ്യും. തന്റെ 20-ാമത്തെ വയസ്സിലാണ് ദൈവം തന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങിയത്. 20-ാമത്തെ വയസ്സ്. എന്നാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചു തന്നെ ദൈവം അവനെ അഭിഷേകം ചെയ്തതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പ്രവാചകനാക്കി ദൈവം നിയമിച്ചത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണമേ, ശക്തമേറിയ ഒരു പ്രവചന കൈമാറ്റമാണ് ഇരമ്യാവിന്റെ മേൽ ദൈവം കൈമാറിയത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധികം വൈകാതെ വേഗത്തിൽ ബാബിലോണിയ സൈന്യം യഹൂദയെ ആക്രമിക്കുമെന്നുള്ള ഒരു ദൈവീകമാകുന്ന പ്രവചനമാണ് ഇരമ്യാവിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നൽകിക്കൊടുക്കുവാനിടയായി. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് എത്രയും വേഗത്തിൽ നിങ്ങളുടെ പാപ സ്വഭാവങ്ങൾ വിട്ട് നിങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ആ ദുർവിധി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ പ്രവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ഒരു പ്രവചനം കൊണ്ട് ഇരമ്യാവ് ഒത്തിരി കഷ്ടതകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. സ്വന്തം ദേശത്ത് അവനെതിരെ ഭീഷണി ഉയർത്തി. എന്തുവാ? സ്വന്തം ദേശത്ത്
ഭീഷണി ഉയർത്തി. യെരൂശലേമിൽ ഒത്തിരി കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു. അവരെല്ലാം അവനെ എതിരെ നിൽക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അവനെ പീഡിപ്പിക്കുവാനിടയായി തീർന്നു. അവന്റെ കാലാമത്തിലിട്ട് പൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപമാനങ്ങളും അടികളും അവന്റെ ജീവിതത്തിൽ ഏൽക്കുവാനിടയായി. നിങ്ങൾ നോക്കണം, പ്രായം ചെറുപ്പമാണ്. ചെറുപ്രായത്തിലാണ് ഇരമ്യാവിനെ ഈ ഒരു സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നത്. അല്ലെങ്കിൽ വെള്ളമില്ലാത്ത കുഴിയിൽ, ചെളി നിറഞ്ഞ കുഴിയിൽ ഇരമ്യാവിനെ ഇറക്കിവിട്ട സംഭവം വരെ ഇരമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചു. അവനെ കൊന്നുകളയാം, അവനെ ഇല്ലാതാക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒത്തിരി ക്രൈസിസിലൂടെ കടന്നുപോയ ഒരു പ്രവാചകനാണ് ഇരമ്യാ പ്രവാചകൻ. നമ്മളൊക്കെ പറയും കണ്ണുനീര് പ്രവാചകൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ടല്ലേ. തല നിറയെ വെള്ളവും കണ്ണു നിറയെ കണ്ണുനീരും ഇരമ്യാവിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തെങ്കിൽ അതിനനുസരിച്ചുള്ള സാഹചര്യത്തിലൂടെ ആ മനുഷ്യൻ കടന്നുപോയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന നേരെ തിരിച്ച. കണ്ണു നിറയെ തല നിറയെ വെള്ളവും വേണം, കണ്ണു നിറയെ കണ്ണുനീരും വേണം, എന്നാ പ്രതികൂലമൊന്നും ഉണ്ടാകുകയും ചെയ്യും. ഇത് നടക്കും. ഹല്ലേലൂയ. അപ്പോ ഈ സാഹചര്യത്തിലൂടൊക്കെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന് ആശ്രയമായത് തന്റെ കണ്ണുനീരും പ്രാർത്ഥനയും. കൂടുതൽ ആ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല. 20-ാം അധ്യായത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. 20-ാം അധ്യായം വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്നൊരു മനുഷ്യൻ, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ ആ വചനത്തെ പ്രഖ്യാപിക്കുമ്പോൾ അവനെതിരെ പീഡനങ്ങൾ അടിച്ചുവിട്ടു, ഹൃദയവേദന ഉണ്ടായി, മാനസിക സംഘർഷങ്ങൾ ഉണ്ടായി. ഹല്ലേലൂയ. ഈ ഭാഗങ്ങളാണ് 20-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നത്. എന്നാൽ 20-ാം അധ്യായത്തിൽ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിന്റെ അകത്തൂടെ പോകുമ്പോ തന്നെ ദൈവവിളിയുടെ ശക്തിയെ കുറിച്ചും 20-ാം അധ്യായം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് 20-ാം അധ്യായത്തിന്റെ ഒരു ഹല്ലേലൂയ, ഒരു ചെറിയൊരു ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇനിയും ഞാൻ അതിനെ വിശദീകരിക്കാം. നമ്മുടെ വാക്യത്തിലേക്ക്, പരിശുദ്ധാത്മാവ് തന്ന വാക്യത്തിലേക്ക് വരാം. ഇനിയും വളരെ ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ആ വാക്യത്തിന്റെ പ്രാരംഭത്തിൽ ഇരമ്യാവ് പറയുന്ന 2 കാര്യമുണ്ട്. ഞാൻ ഇനിയും അവനെ എന്ത് ചെയ്യത്തില്ല, ഓർക്കത്തില്ല. ഞാൻ ഇനി അവനെ ഓർക്കത്തില്ല. അവന്റെ നാമത്തിൽ എന്ത് ചെയ്യത്തില്ല, സംസാരിക്കത്തില്ല. ഇരമ്യാവ് ആരെ കുറിച്ചാ പറയുന്നത് അറിയാമോ? ദൈവത്തെ കുറിച്ചാ പറയുന്നത്. ഞാൻ ഇനിയും ദൈവത്തെ ഓർക്കത്തില്ല. ഞാൻ ഇനിയും ദൈവത്തിന്റെ നാമത്തിൽ എന്ത് ചെയ്യത്തില്ല, സംസാരിക്കത്തില്ല. ഇതാ അതിന്റെ അർത്ഥം. എന്താണ് ഇരമ്യാവേ അങ്ങനെ പറയാനുള്ള കാരണം? അത് പഠിച്ചെങ്കിലേ 2ാമത്തെ ദൂത് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. 2ാമത്തെ ഭാഗമാണ് ദൂത്. എന്തുകൊണ്ടാണ് ഇരമ്യാവേ ഇനി ദൈവത്തെ ഓർക്കത്തില്ല, ഇനി ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ സംസാരിക്കത്തില്ലെന്ന് ഇരമ്യാവേ ഹൃദയഭേദകമായി പറയേണ്ടി വന്ന സാഹചര്യം എന്താ? ഓരോ വചനവും പരിശുദ്ധാത്മാവ് എഴുതുന്നതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്. വെറുതെ വചനം ദൈവാത്മാവ് എഴുതി വെച്ചതല്ല. അതിന്റെ പുറകിൽ കാരണങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ദൈവത്തെ ഇനിയും ഓർക്കത്തില്ല, ഇനിയും അവന്റെ നാമത്തിൽ ഞാൻ സംസാരിക്കത്തില്ലെന്ന് ഇരമ്യാവേ ഹൃദയഭേദകമായ ഒരു തീരുമാനത്തിലേക്ക് അങ്ങ് വന്നത്? എന്താണ്? ഹല്ലേലൂയ. നമ്മളും പലപ്പോഴും ഇല്ലേ ചിന്തിക്കാറില്ലേ,
ഇനിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾ പാത്തിരിക്കും. ഇനിയും പ്രാർത്ഥനയ്ക്ക് ഇനിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉപവസിച്ച് മടുത്തു, പ്രാർത്ഥിച്ച് മടുത്തു. സ്തോത്രം. ഇനി എന്ന് വിടുവിക്കപ്പെടാൻ? സ്തോത്രം. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റം എനിക്കും ഇല്ല, എന്റെ വിഷയത്തിന് ഇല്ല. സ്തോത്രം. പക്ഷെ എനിക്കില്ലെന്ന് നമ്മൾ എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. കാരണം എനിക്കില്ലെന്ന് സമ്മതിച്ചാൽ നമ്മുടെ കുറവ് സമ്മതിക്കേണ്ടി വരും. സ്തോത്രം. എന്റെ വിഷയത്തിന് ഇല്ല എന്നൊക്കെ പറയും അല്ലേ, നമ്മളും പറയാറുണ്ട്. മനുഷ്യനല്ലേ, സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇരമ്യാവ് അങ്ങനൊരു ഹൃദയഭേദകമാകുന്ന ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ? വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഇരമ്യാവ് എന്താണ് പ്രവചിച്ചത്? ഇരമ്യാവ് പ്രവചിച്ചത് ഇതാണ്: ബാബിലോണിയ സൈന്യം, എന്താണ്? ബാബിലോൺ സൈന്യം അധികം വൈകാതെ യെരുശലേമിനെ നശിപ്പിക്കാൻ കടന്നു വരും. ഇത് ദൈവത്തിന്റെ ന്യായവിധിയാണെന്നാണ് ഇരമ്യാവ് പ്രവചിച്ചത്. ഇങ്ങനെ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ വെക്കുവോ നമ്മള്? സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ നമ്മൾ പിന്നെ ബാക്കി വെച്ചേക്കൂ? നമ്മൾ എന്തോ കേൾക്കാതിരിക്കുന്നത്? നമുക്ക് മനസ്സിന് കുളിർമ കിട്ടുന്ന നല്ല രണ്ട് ദൂത് കേൾക്കാനാ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ വന്ന് പ്രവചിക്കുക, മാനസാന്തരപ്പെടണം, പാപം വിടണം, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി കുടുംബത്തിന്റെ അകത്ത് വരും, വ്യക്തി ജീവിതത്തിൽ വരും. മാത്രം ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ വേണേ കേൾക്കും. മൂന്നാമത്തെ പ്രാവശ്യം പിന്നെ അറിയാതെ പോലും തല വെച്ച് കൊടുക്കത്തില്ല നമ്മൾ. സ്തോത്രം. ഇരമ്യാവ് ഇത് പ്രവചിച്ചപ്പോൾ ഇരമ്യാവിനെതിരെ ആദ്യം തിരിഞ്ഞ് ആരാന്നറിയാമോ? യഹോവയുടെ ആലയത്തിലെ പ്രധാന വിചാരകനായ പശ്ഹൂർ എന്ന് പറയുന്ന മനുഷ്യനാണ് ആദ്യം അവനെതിരെ തിരിഞ്ഞത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന്റെ ന്യായവിധിയുടെ ദൂത് ഇരമ്യാ പ്രവാചകനിലൂടെ യെരുശലേമിനെ നോക്കി, യഹൂദായെ നോക്കി അറിയിച്ചപ്പോൾ അവനെതിരെ ആദ്യം തിരിഞ്ഞ യഹോവയുടെ ആലയത്തിലെ പ്രധാന വിചാരകനാണ്. സ്തോത്രം ചെയ്യുന്നു. എന്നാ പ്രധാന വിചാരകൻ തിരിയാനുള്ള കാര്യം? വേറെ കുറെ കള്ളപ്രവാചകന്മാര് ഉണ്ട്. ഇരമ്യാവ് ഒരു വശത്ത് നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് തിരിഞ്ഞു വരണമെന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിൽ ബാബിലോണിന്റെ ന്യായവിധിയുടെ കാർമേഘം നിങ്ങളുടെ മേൽ വീഴും എന്നുറക്കെ പ്രഖ്യാപിക്കുമ്പോൾ വേറെ കുറെ പ്രവാചകന്മാർ അങ്ങനൊന്നും ഇല്ലെന്നേ, ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, നമ്മൾ എന്നൊക്കെ ചെയ്താലും ആലയത്തിൽ ചെന്ന് സ്തോത്രം പറഞ്ഞ തീരാന്ന കേസ് ഉള്ളൂ എന്ന് പറഞ്ഞവരെ പഠിപ്പിക്കുന്ന, പ്രവചിക്കുന്ന ചില പ്രവാചകന്മാർ അതിനകത്തുണ്ടായിരുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ന്യായവിധിയുടെ ദൂതുമായി ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചപ്പോൾ അവനെതിരെ ഹല്ലേലൂയ പ്രവചിക്കുവാൻ, അല്ലെങ്കിൽ നല്ല പ്രവചനങ്ങൾ മാത്രം ജനത്തിന് കൊടുക്കുവാൻ കുറെ കള്ളപ്രവാചകന്മാർ അതിന്റെ നടുവിലുണ്ടായിരുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഇരമ്യാവിന്റെ അധരത്തിൽ ദൈവാത്മാവ് കൊടുത്തിരിക്കുന്ന ദൂത് ന്യായവിധിയുടെ ദൂതാണ്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്നുള്ള ദൂത് തന്നെയാണ്. എന്നാൽ അതിന്റെ മറുവശത്ത് ഹല്ലേലൂയ വെളിപ്പെടുത്തുക കുറെ കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ പാപത്തെ വെളിപ്പെടുത്താതെ പാപത്തിൽ തന്നെ അവര് തുടരത്തക്ക നിലയിൽ അവരെ സന്തോഷിപ്പിക്കുന്ന, സുഖിപ്പിക്കുന്ന, ആനന്ദമേൽപ്പിക്കുന്ന ദൂതുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആമേൻ, ആമേൻ. ഇന്നുമില്ലേ? ഇന്നുമില്ലേ?
സ്തോത്രം. ഒരു പ്രവചനത്തിന്റെ പുറകിൽ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു പ്രവാചകൻ പ്രവചിക്കുമ്പോൾ, പ്രവചനം കൈമാറുമ്പോൾ, അല്ലെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രവചനം കൈമാറുമ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട 3 കാര്യം ഉണ്ടായിരിക്കണം. ഒന്ന്, അവന്റെ പാസ്റ്റിനെ വെളിപ്പെടുത്തണം. അവന്റെ ഭൂതകാലം എന്താണെന്ന് വെളിപ്പെടുത്തണം. 2, അവന്റെ പ്രസന്റ് സിറ്റുവേഷൻ, അവന്റെ വർത്തമാന കാലം എന്താണെന്ന് എന്ത് ചെയ്യണം? അവൻ ഇപ്പോഴെങ്ങനാണെന്നുള്ളത് വെളിപ്പെടണം. 3, ഭാവി കാലത്തെ വെളിപ്പെടുത്തണം. അങ്ങനെയുള്ള ഇപ്പോഴത്തെ പ്രവചനം. ഇപ്പൊ നമ്മൾ ഒരു പ്രവാചകന്റെ മുമ്പിൽ പോയിരുന്ന ആദ്യം പറയുന്നത് ഭാവിയാ, പിന്നെ പറയത്തുള്ളൂ ഭൂതമാണ്, അല്ലേ? സോറി, ഭൂതമാണെന്നല്ല, ഭൂതകാലം. സ്വതന്ത്രം. ഹല്ലേലൂയ, അല്ലേ? പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാണുന്ന കൈയുടെ കീഴിലെല്ലാം പോയി ഇരുന്ന് കൊടുക്കരുത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? കള്ളപ്രവാചകന്മാർ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് നിങ്ങളോട് ഒരാൾ ഒരു പ്രവചന ശബ്ദം കൈമാറുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രവാചകന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭൂതകാലത്തെ ദൈവം വെളിപ്പെടുത്തും. നിങ്ങൾ എങ്ങനായിരുന്നെന്ന് വെളിപ്പെടുത്തും. നിങ്ങൾ എങ്ങനാണെന്ന് വെളിപ്പെടുത്തും. നാളെ നിങ്ങൾ എങ്ങനാകുമെന്ന് വെളിപ്പെടുത്തും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. സന്തോഷിപ്പിക്കുന്ന, മനസ്സിന് ആനന്ദം പകരുന്ന പ്രവാചകന്മാർ അന്നുണ്ടായിരുന്നു. പക്ഷെ യിരെമ്യാവിന്റെ അകത്തു ദൈവം കൊടുത്ത പ്രവചന ശബ്ദം, നിങ്ങൾ മടങ്ങി വന്നില്ലെങ്കിൽ ബാബിലോൺ നിങ്ങളെ വിഴുങ്ങും. ആമേൻ. ഇത് പ്രവചിച്ചപ്പോൾ ദൈവത്തിന്റെ ആലയത്തിലെ പ്രധാന വിചാരകനാകുന്ന പസ്കൂർ എന്ന് പറയുന്ന മനുഷ്യൻ യിരെമ്യാവിനെതിരെ തിരിഞ്ഞു. 39 ചാട്ടവാർ അടി യിരെമ്യാവിനെ അടുപ്പിച്ചു. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് 39 ചാട്ടവാർ അടി അടുപ്പിച്ചു. അടുപ്പിച്ചതിന് ശേഷം തടവറയിൽ ഹല്ലേലൂയ യിരെമ്യാവിനെ ആമത്തിലിട്ട് പൂട്ടി. അതിനുശേഷം ആ മനുഷ്യനെ ഹല്ലേലൂയ പുറത്തു കൊണ്ടുവന്ന് നിർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യാൻ നിർത്തിക്കൊടുത്തു. പരിഹസിക്കേണ്ടവർക്ക് പരിഹസിക്കാം, അപമാനിക്കേണ്ടവർക്ക് അപമാനിക്കാം എന്ന് പറഞ്ഞ് നിർത്തിക്കൊടുത്തു. ഭരണാധികാരികളും പുരോഹിതന്മാരും പ്രവാചകന്മാരെല്ലാം തനിക്കെതിരെ തിരിഞ്ഞു. സ്തോത്രം. തനിക്കെതിരെ തിരിഞ്ഞു. എന്തിന്? തന്റെ ഉറ്റവരായ സ്നേഹിതരുണ്ടായിരുന്നു. തന്റെ ദേശത്തുറ്റവരായ സ്നേഹിതർ. ആ സ്നേഹിതര് പോലും യിരെമ്യാവിനെതിരെയായി. ഇവനിൽ ഒരു കുറ്റം കണ്ടെത്താൻ കണ്ണിൽ എണ്ണയൊഴിച്ചവര് കാത്തിരുന്നു. എവിടെങ്കിലും ഇവനൊരു വീഴ്ച സംഭവിച്ചാൽ ആ വീഴ്ച എടുത്തു കാണിച്ച് ഇവനെ നമുക്ക് നശിപ്പിച്ച് കളയണമെന്നുള്ള ചിന്താഗതിയിലേക്ക് സ്വന്തം സുഹൃത്തുക്കൾ പോലും മാറി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെങ്കിലും ഇവനെ നശിപ്പിച്ചു കളയണമെന്ന് അവന്റെ സ്നേഹിതർ പോലും അവനെതിരെ ചിന്തിക്കാൻ തുടങ്ങി. അതാണ് ഒരു വശം എന്ന് പറയുന്നത്. എന്തുവാ? ഒരു വശം അതാ. ദൈവമേൽപ്പിച്ച പ്രവചന ശബ്ദം കൈമാറിയപ്പോൾ അവനെതിരെ ആലയത്തിന്റെ അകത്തും പ്രവാചകന്മാരിൽ നിന്നും ഭരണാധികാരിയിൽ നിന്നും എന്തിന് സ്വന്തം സ്നേഹിതരിൽ നിന്ന് പോലും അവനെതിരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനിടയായി തീർന്നു. സ്തോത്രം. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്, ദൈവത്തിന് വേണ്ടി ദൈവം തന്നെ വിളിച്ച വിളിക്കനുസരിച്ച് വിശ്വസ്തയോടെ താൻ ശുശ്രൂഷിച്ചു, വിശ്വസ്തയോടെ താൻ പ്രവർത്തിച്ചു. പക്ഷേ
താൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് തന്റെ മുമ്പിൽ വെളിപ്പെട്ടില്ല. എന്ന് പറഞ്ഞാൽ ബാബിലോണിന്റെ കാർമേഘം നിങ്ങളെ വന്ന് മൂടും, അല്ലെ നിങ്ങളുടെ ജീവിതം കഷ്ടത്തിലാകും, ദൈവത്തിന്റെ ന്യായവിധി നിങ്ങളുടെ മേൽ വീഴും. ഇതൊക്കെ അല്ലലി മായം ചേർക്കാതെ, വെള്ളം ചേർക്കാതെ കൃത്യമായി ദൈവത്തിന്റെ ന്യായവിധിയുടെ ശബ്ദം ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവനെതിരെ ദുരിതങ്ങളാണ് ഉണ്ടായത്. അവൻ പ്രവചിച്ചതൊന്നും ആ പ്രവചിച്ച കാലഘട്ടത്തിൽ നടന്നില്ല. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ദുരിതങ്ങളുണ്ടായി, പ്രതികൂലങ്ങളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി. കടുത്ത നിരാശയിൽ ഇരമ്യാവ് പറയുന്നൊരു വാക്കുണ്ട്, ദൈവം എന്നെ കബളിപ്പിച്ചു, ദൈവം എന്നെ കബളിപ്പിച്ചു എന്ന് പറയത്തക്ക നിലയിലേക്ക് അവന്റെ കടുത്ത നിരാശയിലേക്ക് അവൻ മാറി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടത്തക്കവണ്ണമുള്ള സന്ദേശമാണല്ലോ ദൈവം എന്നെ ബലം പ്രയോഗിച്ചേൽപ്പിച്ചതെന്ന് അവൻ പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു പരസ്യക്കോലമായി നിൽക്കേണ്ട അവസ്ഥ വരുന്ന സന്ദേശമാണല്ലോ ദൈവം എന്റെ മേൽ ബലം പ്രയോഗിച്ചേൽപ്പിച്ചത്. 7-8 വാക്യങ്ങളിലൊക്കെയാണ് അത്. നോക്കണ്ട, പിന്നീട് വായിച്ചാൽ മതി. 14 മുതൽ 18 വരെ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഇവിടെയെല്ലാം അതിശക്തമായ കടുത്ത നിരാശയാണ് ആ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അവൻ ജനിച്ച ദിവസത്തെ വരെ അവൻ ശപിച്ചു. അവൻ ജനിച്ച ദിവസത്തെ വരെ അവൻ ശപിച്ചു. അവൻ ഉണ്ടായ ഗർഭപാത്രത്തെ വരെ അവൻ ശപിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിനക്കൊരു മകൻ ജനിച്ചു എന്ന് എന്റെ അപ്പനോട് ആരാണോ പറഞ്ഞത് അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നുവരെ ഇരമ്യാവ് പറഞ്ഞു. 20-ാം അധ്യായം വായിച്ചവർക്കറിയാം ഞാൻ ഈ പറയുന്നത് എന്താണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണേ. നമ്മൾ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഉണ്ട്. പല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, പല വിഷയത്തിന്റെ അകത്തൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതെന്തൊരു ജന്മം, എന്തിനാ കർത്താവെ എന്നെ ജനിപ്പിച്ചത്, എന്തിനാ കർത്താവെ എന്നെ ജനിപ്പിച്ചത്? പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു. സ്തോത്രം. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയപ്പോ മാറിയിരുന്ന് ക്ഷമേ പറഞ്ഞിട്ടുണ്ടില്ലേ? ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? പ്രതിസന്ധികൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ, പ്രത്യാഘാതങ്ങൾ വന്നപ്പോൾ നമ്മളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇരമ്യാവ് പോയ ക്രൈസിസിലൂടൊന്നും നമ്മൾ പോയിട്ടില്ല. ഇരമ്യാവ് കടന്നുപോയ സാഹചര്യത്തിലൂടെ നമ്മൾ പോയിട്ടില്ല. എന്നിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കർത്താവെ എന്തിനാണ് ഇങ്ങനൊരു ജന്മം, എന്തിനാ കർത്താവെ എന്നെ ജനിപ്പിച്ചത്, എന്തിനാ കർത്താവെ എനിക്കിങ്ങനൊരു ജീവിതം, എന്തിനാ കർത്താവെ ഞാൻ ഇങ്ങനെ ഹല്ലേലൂയ ജീവിക്കുന്നത് എന്ന് നീ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ? യേശുവിൻ നാമത്തിൽ ഇരമ്യാവ് പറയാ, ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ കൃത്യമായിട്ട് നിർവഹിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ശാരീരിക മർദ്ദനം, എനിക്ക് കിട്ടിയത് കടുത്ത മാനസിക സമ്മർദ്ദം, എനിക്ക് കിട്ടിയത് ഒറ്റപ്പെടൽ, എനിക്ക് കിട്ടിയത് സ്വന്തക്കാരുടെ ചതി, എന്റെ സഹോദര തുല്യമായി ഞാൻ സ്നേഹിച്ച സുഹൃത്തുക്കൾ പോലും എന്നെ ചതിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളോട് പറയാ, ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളോട് പറയാ, അല്ലെ നിങ്ങൾ ഇന്ന് പകൽ തിരിച്ചറിയണം, ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നുപോയി. ഇരമ്യാ പ്രവാചകനോട് ചോദിച്ച പ്രവാചകൻ പറയും, ദൈവം എന്നെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ഞാൻ വിളിച്ചു പറഞ്ഞു. ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ വിശ്വസ്തയോടെ വിളിച്ചു പറഞ്ഞു. വള്ളിപ്പുള്ളി തെറ്റാതെ മായം ചേർക്കാതെ ഞാൻ വിളിച്ചു പറഞ്ഞു.
പക്ഷെ എനിക്ക് പരിണിത ഫലം എന്തുണ്ടായി? ദുരിതങ്ങളുണ്ടായി. എനിക്ക് ശാരീരിക മർദ്ദനം ഉണ്ടായി. എനിക്ക് എന്റെ സ്വന്തം സ്നേഹിതന്മാരിൽ നിന്ന് ചതിയുണ്ടായി. എനിക്ക് മാനസിക സംഘർഷമുണ്ടായി. എനിക്ക് ഒറ്റപ്പെടലുണ്ടായി. കൃപ കൃപ കൃപ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിന്നതിന്റെ പേരിൽ, ദൈവമേൽപ്പിച്ചത് ചെയ്തതിന്റെ പേരിൽ, ദൈവത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ ഞാൻ ഒറ്റപ്പെട്ടുപോയി. ഞാൻ തനിച്ചായി. പലരും എന്നെ ചതിച്ചു, പലരും എന്നെ ഉപദ്രവിച്ചു. ഞാൻ ശാരീരിക മർദ്ദനത്തിൽ ഏർപ്പെട്ടു. മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയി. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നീ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടോ? ദൈവ ശബ്ദത്തിന് വേണ്ടി നിൽക്കുന്ന നീ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നീ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ഈ സംഘർഷത്തിലൂടെ കടന്നുപോയപ്പോഴാണ് യിരെമ്യാവ് പറഞ്ഞത്, ഞാൻ ഇനിയും നിന്നെ ഓർക്കില്ല, ഞാൻ ഇനിയും നിന്റെ നാമത്തിൽ സംസാരിക്കത്തില്ല. നിങ്ങൾക്ക് ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനു വേണ്ടി ചെയ്യാനുള്ളത് വിശ്വസ്തയോടെ ചെയ്തിട്ടും, ദൈവമേൽപ്പിച്ചത് മായമില്ലാതെ പറഞ്ഞിട്ടും അവനുണ്ടായത് ദാരുണമായ അനുഭവങ്ങളാണ്. ദൈവം ഇത് കാണുന്നില്ലേ? ദൈവം എന്നെ ബലം പ്രയോഗിച്ചല്ലേ ഇത് ഏൽപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് ദാരുണമായ അനുഭവങ്ങൾ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ മനുഷ്യ സഹജമായി അവൻ പറയുകയാണ്, ഞാൻ ഇനിയും അവനെ ഓർക്കത്തില്ല, ഞാൻ ഇനിയും അവന്റെ നാമത്തിൽ സംസാരിക്കത്തില്ല. എന്നാൽ യിരെമ്യാവ് ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ യിരെമ്യാവിന്റെ ഉള്ളിൽ നടന്നൊരു വിടുതൽ ഞാൻ പറയാം. ആ വിടുതലാണ് ഇന്ന് പകലത്തെ ഒന്നാമത്തെ ദൂത്. ആ വിടുതലാണ് ഒന്നാമത്തെ ദൂത്. ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടും പലവിധമാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ യിരെമ്യാവ് മനസ്സിലാക്കിയ ഒരു വെളിപ്പാട്, സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ മനസ്സിലാക്കണം, നിന്റെ വിളി ചെറുതല്ല, നിന്റെ വിളി വലുതാണ്. ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് മറ്റുള്ളവർക്ക് ഇല്ലാത്ത പ്രതികൂലം എനിക്ക് വരുമ്പോൾ, മറ്റുള്ളവർക്കില്ലാത്ത പ്രതിസന്ധി എനിക്ക് വരുമ്പോൾ, മറ്റുള്ളവർക്കില്ലാത്ത പോരാട്ടം എനിക്ക് വരുമ്പോൾ, ശാരീരിക പ്രതിസന്ധി, മാനസിക പ്രതിസന്ധി എനിക്ക് വരുമ്പോൾ അവർ തിരിച്ചറിഞ്ഞ സത്യം നിന്റെ വിളി ചെറുതല്ല, നിന്റെ വിളി വലുതാണ്. അതിനെ തകർക്കാനല്ല ഈ സാഹചര്യം, അതിനെ തകർക്കാൻ ചിലരോട് ഇടപെടുന്നു. ഇത് നിന്റെ തകർച്ചയ്ക്കല്ല, ഇത് നിന്റെ തകർച്ചയ്ക്കല്ല, നിന്റെ വിളിയുടെ വലുപ്പം നിന്നെ അറിയിക്കാൻ
നിന്റെ വിളിയുടെ വലുപ്പം നിന്നെ അറിയിക്കാനുള്ളത്. വിളിയുടെ വലുപ്പം നിന്നെ അറിയിക്കാനുള്ളത്. ആ തുറന്നുകൊള്ള ഈ സാഹചര്യത്തിന്റെ ഘടകത്തില്, ഈ സാഹചര്യത്തിന്റെ ഘടകത്തില്, ഈ സാഹചര്യത്തിന്റെ വിനയത്തില്, ഈ സാഹചര്യത്തിന്റെ നിലനിൽപ്പില്ല. ആ എന്റെ വിളി പുറത്തു വരുന്ന, എന്റെ വിളി ബോധ്യപ്പെടുത്തുന്ന, എന്റെ വിളിയുടെ വലുപ്പം തിരിച്ചറിയിക്കുന്ന സമയമായി ഇത് മാറും. ഇത് നിന്നോടുള്ള ദൂതാണ്, വിളിയുള്ളവരോടുള്ള ദൂതാണ്. യിരെമ്യാവ് പറഞ്ഞു, ഈ സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോഴെല്ലാം യിരെമ്യാവ് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, എന്നെ ഏൽപ്പിച്ച ദൂത് മായമില്ലാതെ ഞാൻ വിളമ്പുന്നുണ്ട്. മറ്റു പ്രവാചകന്മാരെ പോലെ, ശുശ്രൂഷകന്മാരെ പോലെ അല്ല, ഞാൻ വിശ്വസ്തനായിട്ടാ നിൽക്കുന്നേ. പക്ഷെ അവർക്കാർക്കുമില്ലാത്ത പ്രതിസന്ധികളാണ് എനിക്ക്. ശാരീരിക മർദ്ദനം, മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെടൽ, സ്നേഹിതന്മാരുടെ ചതി, പരിഹാസം, അപമാനം. പക്ഷെങ്കിൽ ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവൻ അറിയുന്നൊരു സത്യമുണ്ട്, അവന് മറഞ്ഞിരുന്നൊരു സത്യമുണ്ട്. അവരുടെ മേലുള്ള വിളിയല്ല എന്റെ മേലുള്ള വിളി. എന്റെ മേലുള്ള വിളി വലുതാണ്, എന്റെ മേലുള്ള വിളി വലുതാണ്, എന്റെ മേലുള്ള വിളി വലുതാണ്, എന്റെ മേലുള്ള വിളി വലുതാണ്. ഇന്ന് ക്ഷമയുള്ള ദൂത്, നിന്റെ മേലുള്ള വിളി വലുതല്ല, വലുതാണ്. ആരും അനുവദിക്കാത്ത പല സാഹചര്യങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ, വെല്ലുവിളികളിലൂടെ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിളി നിന്നെ ബോധ്യപ്പെടുത്താനാണ്, അതിന്റെ നിന്നെ അറിയിക്കാനാണ്. Amen. ദൈവാത്മാവ് ഇടപെടുക. ശാരീരിക മർദ്ദനം വന്നിട്ടും, മാനസിക സംഘർഷം വന്നിട്ടും, ഒറ്റപ്പെടൽ വന്നിട്ടും, സ്നേഹിതൻ മാറിപ്പോയപ്പോഴും ഇന്നും തകരാതെ നിൽക്കുന്ന എന്നെ വിളിക്കുമ്പോൾ നിന്റെ മേൽ വിളികളാണ്, ഒരു വിളികളുണ്ട്. നിന്റെ കുടുംബത്തിലാണ് ഒരു വിളി. ഈ വെളിപ്പാട് അകത്തു കയറുന്നവർക്ക് അതിന്റെ വലിപ്പം അറിയാം. നീ തകരാഞ്ഞത്, നിന്റെ കുടുംബം തകരാഞ്ഞത്, സ്തോത്രം, പിന്മാറി പോകേണ്ട സാഹചര്യം ഉണ്ടായി, തകർന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായി, യിരെമ്യാവ് പറഞ്ഞതുപോലെ പറയേണ്ട സാഹചര്യം ഉണ്ടായി. ദൈവം എന്നെ മറന്നു, ഇനിയും ഞാൻ പ്രാർത്ഥിക്കത്തില്ല, എനിക്ക് മടുത്തു. പക്ഷേ അതിന്റെ അകത്തു നിന്ന് നീ പുറത്തു പോകാൻ അതിന്റെ കാര്യം വീണിയുള്ളതല്ല, വീണിയുള്ളതല്ല. പലതിനും
ഒരു വലിയ വീതി കിടക്കും. ഇരമ്യാവത് പറഞ്ഞു ശരിയാച്ച. ഇരമ്യാവത് പറഞ്ഞു, പക്ഷെ പറഞ്ഞെങ്കിലും അവൻ അതിനകത്തുനിന്ന് പുറത്തു പോയില്ല. ആ സംഘർഷം വന്നപ്പോ പറഞ്ഞു, ആ സാഹചര്യം വന്നപ്പോ പറഞ്ഞു, ആ അവസ്ഥ വന്നപ്പോ പറഞ്ഞു. മനുഷ്യനല്ലേ, അവൻ പറഞ്ഞു പോയെന്നുള്ള സത്യമാ. പക്ഷെ അവൻ ആ ദൗത്യത്തിൽ നിന്ന് പുറത്തു പോയില്ല. കാര്യം എന്നാണെന്നറിയാമോ? അവന് മനസ്സിലായി ഈ പ്രതികൂലം ഉണ്ടാകുന്നതിന്റെ പുറകിൽ, ഈ പ്രതിസന്ധി ഉണ്ടാകുന്നതിന്റെ പുറകിൽ, ഈ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതിന്റെ പുറകിൽ എന്റെ മേൽ പിശാച് ഭയക്കുന്ന ഒരു വിളി കിടക്കുന്നു, ഒരു ദൈവിക വിളി കിടക്കുന്നു. നിന്നെ പലർക്കും അറിയത്തില്ല ദൈവം എന്തിനാ എന്നെ വിളിച്ചേ. പലർക്കും അറിയത്തില്ല ദൈവം എന്നെ വിളിച്ചേ. എന്റെ കുടുംബത്തെ വിളിച്ച് വേർതിരിച്ച് എന്തിനാ പലർക്കും അറിയത്തില്ല. പക്ഷെ ദൈവാത്മാവിന്റെ ദൂത് കേട്ടോ, അതിനെ ബോധ്യപ്പെടുത്തുന്ന സമയം വെളിപ്പെടാൻ പോകുന്നു. നിന്റെ മേലുള്ള വിളി എന്താണെന്നും, നിന്റെ കുടുംബത്തിന്റെ മേലുള്ള വിളി എന്താണെന്നും നിന്നെ ബോധ്യപ്പെടുത്തുന്ന സമയം ചില സാഹചര്യങ്ങളിലൂടെ അവർക്ക് ബോധ്യപ്പെടുത്തി വചനത്തിന്റെ വെളിപ്പാടിലൂടെ ആത്മാവ് പ്രവചിക്കും. അപ്പം ഞാൻ ഈ ദൈവത്തെ ഓർക്കില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കത്തില്ല എന്ന് പറയാനുള്ള കാര്യം ആ ശാരീരിക മർദ്ദനവും മാനസിക പ്രയാസവും ഹാലിൽ ഒറ്റപ്പെടലും സ്നേഹിതന്മാരിൽ നിന്നുള്ള ചതി അവന് താങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ ഇത്രയും വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിന്നിട്ട് ദൈവത്തിന്റെ പ്രവചനം ഞാൻ മായമില്ലാതെ പറഞ്ഞിട്ട് ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളാണല്ലോ, ഒരു മാറ്റമില്ലല്ലോ എന്നുള്ള മാനസിക സംഘർഷത്തിൽ അവൻ പറഞ്ഞെങ്കിലും ദൈവം അവനെ ആദ്യം വെളിപ്പെടുത്തി കൊടുത്തത്, ഇരമ്യാവേ നീ തിരിച്ചറിയണം, നിന്റെ വിളി ചെറുതല്ല. ഇരമ്യാവേ നിന്റെ വിളി ചെറുതല്ല, നീ തിരിച്ചറിയണം. ഈ സാഹചര്യം നിന്റെ തകർച്ചയ്ക്കല്ല, നിന്റെ വിളിയുടെ വലിപ്പത്തെ നിന്നെ അറിയിക്കാനാ. നിന്റെ മേലുള്ള വിളിയുടെ വലിപ്പത്തെ നിന്നെ അറിയിക്കാനാ. നിന്റെ മേലുള്ള വിളി നിന്നെ ബോധ്യപ്പെടുത്താനാ. ഇനിയും രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ, എങ്ങനാണ് ഇരമ്യാവിന്റെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ദൈവം ഇരമ്യാവിനെ മാറ്റിയത്? എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു തീരുമാനമെടുത്ത ഇരമ്യാവിനെ ആ തീരുമാനത്തിൽ നിന്ന് ദൈവം എങ്ങനെ മാറ്റിയത്? സ്തോത്രം ചെയ്യുന്നു. ഭയം കൊണ്ടും മാനസിക സംഘർഷം കൊണ്ടും ഇരമ്യാവ് ഒരു തീരുമാനമെടുത്തു, ഇനിയും ഞാൻ പ്രസംഗിക്കുന്നില്ല, ഇനിയും ഞാൻ പ്രവചിക്കുന്നില്ല, ഇനിയും ഞാൻ ദൈവത്തിന്റെ വചനം പറയത്തില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ആ മനുഷ്യൻ 9-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ വന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി ഞാൻ പ്രവചിക്കത്തില്ല, ഇനി ഞാൻ പ്രസംഗിക്കത്തില്ല. നമുക്ക് എത്രയോ പേരെ അറിയാം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയപ്പോൾ വിശുദ്ധ ബൈബിൾ താഴെ വെച്ച്
ദൈവവേല വിട്ട് വേറെ ജോലിക്ക് പോകുന്ന എത്രയോ പേരെ നമുക്കറിയാം, ഇല്ലേ? ശക്തനായി ദൈവത്തിനു വേണ്ടി നിന്നൊരു മനുഷ്യൻ, ഹല്ലേലൂയ, കുടുംബ ജീവിതത്തിന്റെ അകത്ത് തകർച്ച സംഭവിച്ചപ്പോ ഇപ്പം ATMന്റെ സെക്യൂരിറ്റി. ഇപ്പം സ്വോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ച മനുഷ്യൻ കുടുംബ ജീവിതത്തിന്റെ തകർച്ച മൂലം ഇപ്പൊ ATMലെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുക. എത്രയോ പേരങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. ഇരമ്യാവും എടുത്ത തീരുമാനം, ഞാൻ ഇനിയും പ്രസംഗിക്കത്തില്ല, ഞാൻ ഇനിയും പ്രവചിക്കത്തില്ല. എന്നാൽ അവന്റെ തീരുമാനത്തെ മാറ്റിയ ഘടകം എന്താ? അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വാധീനം എന്തായിരുന്നു? അതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. എങ്ങനെയാ ഈ തീരുമാനത്തിൽ നിന്ന് ഇരമ്യാവിനെ മാറ്റി ദൈവത്തിന്റെ സന്ദേശം അറിയിക്കാൻ വീണ്ടും ദൈവം അവനെ ഒരുക്കിയത്? എന്താണ് അതിന്റെ കാരണം? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത് അത് ശുശ്രൂഷിക്കേണ്ടതും പറയേണ്ടതുമായ മനുഷ്യനെടുത്ത തീരുമാനം, ഞാൻ ഇനിയും പ്രസംഗിക്കുന്നില്ല, ഞാൻ ഇനിയും പ്രവചിക്കുന്നില്ല, ഞാൻ ഇനിയും അവനെ ഓർക്കില്ല, ഞാൻ ഇനിയും അവന്റെ നാമത്തിൽ സംസാരിക്കത്തില്ല. എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ സംസാരിക്കത്തില്ല അവന്റെ നാമത്തിൽ, ഞാൻ ഇനി അവനെ ഓർക്കത്തില്ല. കാരണം ഓർത്തപ്പോഴും സംസാരിച്ചപ്പോഴും എനിക്കുണ്ടായതെല്ലാം ദുരിതങ്ങളാണ്. ഒരു തീരുമാനം എടുത്ത് നിൽക്കുക. സ്വോത്രം, ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഇരമ്യാവിന് സംഭവിച്ചത് അതാണ്. ഈ തീരുമാനം എടുത്തപ്പോ, ഹല്ലേലൂയ, ഇരമ്യാവിനെ ആ തീരുമാനത്തിൽ നിന്ന് മാറ്റി ദൈവമേൽപ്പിച്ച സന്ദേശം വീണ്ടും പ്രഖ്യാപിക്കാൻ അവനെ സ്വാധീനിച്ചൊരു ഘടകമുണ്ട്. അതാണ് രണ്ടാമത്തെ ദൂത്, രണ്ടാമത്തെ വെളിപ്പാട്. അതാണ് ക്രൈസ്തവരോട്, ഹല്ലേലൂയ. ഇന്ന് എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം, എന്നെ ശ്രദ്ധിച്ചിരുന്നേ. പ്രാർത്ഥന ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. വിളിയുണ്ടോ? നിനക്ക് ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല. വിളിയുണ്ടോ? നിന്റെ തീരുമാനത്തിൽ ഒതുങ്ങാൻ നിനക്ക് പറ്റത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് ചിലരോടുള്ളത് ബോധ്യപ്പെടുവാണെങ്കിൽ ഏറ്റെടുക്കുക. വിളിയുണ്ടോ നിന്റെ മേ ദൈവിക വിളിയുണ്ടോ? നിനക്ക് ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല. നിന്റെ തീരുമാനത്തിൽ നിനക്ക് ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതിന്റെ കാര്യം എന്നാ? നിന്നെ ദൈവം വിളിച്ചപ്പോൾ നിന്റെ അകത്തൊരു തീ അവരിട്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ദൈവം വിളിച്ചവന്റെ അകത്ത് ഒരു തീ ദൈവം ഇട്ടിട്ടുണ്ട്. സ്വോത്രം. അവിടെ പറയുന്നുണ്ട്, അസ്ഥികളിൽ അടയ്ക്കപ്പെട്ട് ഹൃദയത്തിൽ കത്തി. അസ്ഥിയിൽ കത്തുന്ന, ഹൃദയത്തിൽ കത്തുന്ന ഒരു തീയുണ്ട്. മനസ്സിലാകണേ. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിന് ബലം നൽകുന്ന, ഹല്ലേലൂയ, സ്തോത്രം, അവയവമാണ് അസ്ഥി എന്ന് നമ്മൾ പറയുന്നത്. മനുഷ്യ ശരീരത്തിന് ബലം നൽകുന്ന, സ്തോത്രം, ഹല്ലേലൂയ. ഇതിന്റെ അകത്തൂടെ ദൈവം ഒരു തീ വിടുക. ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു തീ. ഞാൻ നിങ്ങളോട് പറയട്ടെ, പുറമേ ഒരു തീ കത്തിയാൽ അതിന് എങ്ങനെയും ഒക്കെ അണയ്ക്കാം, അല്ലേ? എങ്ങനെയും ഒക്കെ അണയ്ക്കാൻ പറ്റും, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പുറമേ ഒരു തീ കത്തിയാൽ എങ്ങനെയും ഒക്കെ അണയ്ക്കാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെങ്കിൽ അസ്ഥിക്കുള്ളിൽ ഒരു തീ കത്തിയാൽ എങ്ങനെ അതിനെ അണയ്ക്കും? മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ തന്റെ ഹൃദയത്തിന്റെ അകത്തും തന്റെ അസ്ഥിക്കകത്തും ഒരു തീ കത്തി. ഞാനത് പറഞ്ഞുതരാം. ഹല്ലേലൂയ. ഈ അടയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇരമ്യാവ് ദൈവത്തിന്റെ വചനം, ഇരമ്യാവ് ദൈവത്തിന്റെ വചനം തന്റെ ഉള്ളിൽ
അടച്ചു വെക്കാൻ ശ്രമിച്ചു. കേൾക്കുന്നുണ്ടോ? ഇരമ്യാവ് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പ്രവചന ശബ്ദം തന്റെ ഉള്ളിൽ അടച്ചു വെക്കാൻ ശ്രമിച്ചു. പക്ഷെങ്കിൽ സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിച്ചിരുന്നു, അവനവിടെ വർക്ക് ചെയ്തോളൂ. ഹല്ലേലൂയ, സ്തോത്രം. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ആ വചനം ഇരമ്യാവിനെ ഒതുക്കുകയും ചെയ്തു. ഇരമ്യാവ് അതിന്റെ ഉള്ളിലാണ്. ഇരമ്യാവിന്റെ ഉള്ളിൽ വചനം അവൻ ഒതുക്കിയപ്പോൾ സംഭവിച്ചത് എന്ത് പറ്റുന്നറിയാം? ആ വചനം ഇരമ്യാവിന് മനസ്സിലാവും. അതിനെ അടയ്ക്കപ്പെട്ടു എന്ന് എഴുതിയത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. കണ്ടോ? അപ്പൊ ഞാൻ ഇനിയും പ്രസംഗിക്കുന്നില്ല, ഞാൻ ഇനിയും പ്രവചിക്കുന്നില്ല. എന്റെ അകത്തുള്ള വചനത്തെ എന്റെ അകത്തു തന്നെ ഞാൻ ഒതുക്കി വെക്കും എന്നവൻ ചിന്തിച്ചപ്പോൾ ആ വചനം അവനെ ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. അത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? അടുത്ത അതിന് അവന്റെ അകത്ത് കത്തി അണയാത്തൊരു ആത്മപ്രേരണ. ശ്രദ്ധിച്ചു കേൾക്കണമേ. ഹല്ലേലൂയ. താൻ എടുത്ത തീരുമാനത്തെ എങ്ങനെ തീരുമാനമെടുത്തത്? നിരാശ മൂലം, ഭയം മൂലം, അവഗണന മൂലം, അല്ലേ? ആശങ്കകൾ മൂലം താൻ എന്ത് ചെയ്തു? ഒരു തീരുമാനമെടുത്തു. ഇനിയും ഞാൻ ഈ വചനം പ്രസംഗിക്കത്തില്ല, ഞാൻ ഇതിനെ ഒതുക്കി വെക്കും. ഈ തീരുമാനം അവൻ എടുത്തപ്പോൾ അവന്റെ അകത്ത് വചനം കത്താൻ തുടങ്ങി. ഈ കത്തി എന്നവിടെ എഴുതിയത് വചനം കത്തി എന്ന അർത്ഥം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞു? എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? അസ്ഥികളിൽ തീ കത്തി, ഹൃദയത്തിൽ തീ കത്തി. എന്താണെന്നറിയാമോ? അവൻ ഇനിയും ഞാൻ പ്രസംഗിക്കുന്നില്ല, ഇനിയും ഞാൻ പ്രവചിക്കുന്നില്ല എന്ന് ഒതുക്കി വെച്ച വചനം അവന്റെ അകത്തിരുന്ന് കത്താൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇനി പ്രസംഗിക്കുന്നില്ലെന്ന് തീരുമാനമെടുത്തു. കാരണം പ്രസംഗിച്ചിട്ട് കിട്ടിയതെല്ലാം ദുരിതമാണ്. ദൈവത്തിന് വേണ്ടി നിന്നിട്ട് കിട്ടിയതെല്ലാം ദുരിതമാണ്. ഇനിയുള്ള വചനമെല്ലാം ഹൃദയത്തിൽ ഇരിക്കട്ടെ, ഇനിയുള്ള വചനമെല്ലാം എന്റെ ഹൃദയത്തിൽ ഇരുന്നോട്ടെ, എന്നെ കൊണ്ട് അത് പൊക്കോട്ടെ. പക്ഷെങ്കിൽ വചന ഹൃദയത്തിൽ വെക്കും തോറും അവന്റെ ഉള്ളു കത്താൻ തുടങ്ങി, അവന്റെ ഉള്ളു കത്താൻ തുടങ്ങി. ഇത് പറയാതിരിക്കും തോറും അവന്റെ ഉള്ളു വചനത്തിന്റെ കീഴിൽ അവന്റെ ഉള്ളിൽ കത്താൻ തുടങ്ങി. വീടിനുള്ളവർ കത്തും. വീടിനുള്ളത് ഇറങ്ങിയിരിക്കാൻ പറ്റില്ല. വീടിനുള്ളതിന് പറ്റത്തില്ല, പറ്റത്തില്ല. രാജകത്തിന്റെ യാഗം അതിന് നീ എത്ര മാറി നടന്നാലും, നീ എത്ര അകന്നു നടന്നാലും, നിന്റെ ഈ ലോകത്തിൽ
ഇനിയുള്ള ചെലവ് പുറത്ത് വരേണ്ടതുകൊണ്ട് പുറത്ത് വരാൻ കഴിയാതെ മേഖലകളിലേക്ക് ഈ വചനം തിരിയുമ്പോൾ ഈ വചനത്തിന്റെ അകത്ത് അവൻ എപ്പോഴും അതിന് നോക്കിയിട്ട് അവൻ അകത്തത് ചട്ടാനായി അകത്തത് ചട്ടാൻ തുടങ്ങി അകത്തത് ചട്ടാൻ തുടങ്ങി വചനത്തിന്റെ Yes. Yes. ഒതുങ്ങിയിരുന്ന മേഖല മാറട്ടെ. ഒതുങ്ങി പോയ മേഖല അണിയട്ടെ. ഒതുങ്ങി പോയ മേഖല അണിയട്ടെ. ഒതുങ്ങി പോയ മേഖല അണിയട്ടെ. ഈ വചനം വിളിയമ്മത്തെ കത്തിക്കുന്നു. ചില തീരുമാനങ്ങളിൽ ഒതുങ്ങിപ്പോയവർ ഇന്ന് ഭയം അതിന്റെ മേൽ ഈ വചനം കത്തുന്നു. ഈ വചനം കത്തുന്നു. ഈ വചനം കത്തുന്നു. നിന്റെ നാവിൽ ചില വാക്കുകളിൽ ഒതുങ്ങിപ്പോയ നിന്റെ
ഇരമ്യാവിനെ പോലെ ഒതുക്കി പോകാൻ തീരുമാനിക്കുക. ചെലവിലെ ചെലവിലെ ഇരുളിലെ ഇരുളി വളരെ ശ്രദ്ധിക്കുക. അവന്റെ അസ്ഥികളിൽ കത്തിയ തീ, അവന്റെ ഹൃദയത്തിൽ കത്തിയ തീ, വേറൊന്നുമല്ല, ദൈവത്തിന്റെ വേദന. ഇന്ന് വേദന കത്തില്ല, വേദന കത്തില്ല, വേദന കത്തില്ല. സമരങ്ങളെ 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 വിളികളുടെ പുറത്തുകളെ വിളികളുടെ പുറത്തു പൊളിച്ചിരിക്കാൻ കഴിയത്തില്ല. നിനക്ക് വാചകത്തിന്റെ കവിയും നിന്റെ അകത്തൊരു ജീവി അവൻ ഇപ്പോഴത്തെ യേശുവിന്റെ നാമത്തിൽ ദൈവം ഇരമ്യാവിന്റെ മേൽ ഉപയോഗിച്ച സ്വാധീനം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനത്തിന്റെ മുൻപിൽ അവൻ ഒതുങ്ങിയിരുന്നു. പക്ഷെ അകത്ത് വചനം കത്തിക്കൊണ്ടിരുന്നു. അവനൊരു സ്വസ്ഥത കിട്ടിയില്ല, അവനൊരു സമാധാനം കിട്ടുന്നില്ല. പ്രസംഗിക്കാഞ്ഞിട്ടും പ്രവചിക്കാഞ്ഞിട്ടും അവൻ ഒരു സമാധാനം കിട്ടുന്നില്ല. അവന്റെ അകത്ത് ദൈവം വചനം നിറച്ചു. അവന്റെ അകത്ത് ദൈവം പ്രവചനം നിറച്ചപ്പോൾ അതകത്തിരുന്ന് കത്തുകയാണ്. അതകത്തിരുന്ന് കത്തുകയാണ്. അതകത്തിരുന്ന് കത്തുകയാണ്. അതകത്തിരുന്ന് കത്തുകയാണ്. കൃപ 7-ാം വാക്യത്തിൽ ഇരമ്യാവ് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ നോക്കണ്ട, ഞാൻ പറഞ്ഞോളാം. നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. ദൈവത്തോട് ഇരമ്യാവ് പറഞ്ഞ വാക്കാ. സ്തോത്രം. എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്തു. എങ്ങനെ? നീ ബലം പ്രയോഗിച്ച് എന്നെ ജയിച്ചിരിക്കുന്നു. ഇരമ്യാവേ, പ്രവചിക്കുന്നില്ല, പ്രസംഗിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്ത നിന്നെ എങ്ങനെ ദൈവം ജയിച്ചത്? വചനത്തിന്റെ തീ, വചനത്തിന്റെ തീ അകത്തു കിടന്നതുകൊണ്ട് വചനത്തിന്റെ തീ വീട്ടിലുള്ളവന്റെ അകത്ത് വചനത്തിന്റെ തീയുണ്ട്. ഭയം മാറുന്നു.
നിരാശ മാറുന്നു, ആശങ്കകൾ മാറുന്നു. നിൽക്കേണ്ട ചലതികൾ ഈ വീഴുന്നു, ഈ വചനത്തിന്റെ വീഴുന്നു. പിടിച്ചിരിക്കാൻ കഴിയാത്ത, നിയന്ത്രിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ഫീൽ, പഠനത്തിന്റെ ഫീൽ, ദൈവത്തിന് വേണ്ടി ഈ ഫലം വചനത്തിന്റെ ഫീൽ അകത്ത് കത്തുന്നു, കത്തുന്നു, കത്തുന്നു. നീ പ്രസംഗിക്കുന്നില്ലെന്ന് തീരുമാനമെടുത്തല്ലേ, നീ പ്രവചിക്കുന്നില്ലെന്ന് തീരുമാനമെടുത്തല്ലേ, എന്തുകൊണ്ടാ നിന്റെ തീരുമാനം പരാജയപ്പെട്ടത്? ഏത് ശക്തിയാ നിന്നെ സ്വാധീനിച്ചത്? ഇരമ്യാ പറയൂ, എന്റെ അകത്തു കിടക്കുന്ന വചനം, എന്റെ അകത്തു ദൈവം തന്ന പ്രവചനം എന്റെ അസ്ഥികളിൽ കത്തി, എന്റെ ഹൃദയത്തിൽ കത്തി. എനിക്ക് പ്രവചിക്കാതിരിക്കാൻ പറ്റില്ല, എനിക്ക് പ്രസംഗിക്കാതിരിക്കാൻ പറ്റില്ല. നിനക്കൊന്നിരിക്കാൻ പറ്റില്ല, നിനക്കൊന്നിരിക്കാൻ പറ്റില്ല.
പ്രാർത്ഥിച്ചോ. ദൈവം ഇടപെടുക, ശക്തമായി ദൂത് ഇടപെടുക. ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടതാണോ? നിനക്കൊതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഒതുങ്ങാൻ ശ്രമിച്ചു, പക്ഷേ വചനം അവനെ കത്തിച്ചു. വചനം അവനെ കത്തിച്ചു. വചനം അവനെ കത്തിച്ചു. നിനക്കൊതുങ്ങിയിരിക്കാൻ പറ്റില്ല. നീ പുറത്തു വരുന്ന മകന, വിളിയുള്ളത് പുറത്തു വരുന്ന മകന. ദൈവത്തിന്റെ വിളിയുള്ളത് പുറത്തു വരുന്ന ചില തീരുമാനങ്ങൾ കത്തുന്നു. ചില തീരുമാനങ്ങൾ കത്തുന്നു. നാവിൽ നിന്ന് വീടുപോയ ചില വാക്കുകൾ കത്തുന്നു. ദൈവത്തിന്റെ പുറത്തു കൊണ്ടുവരിക. സ്തോത്രം. ഞാൻ അനുഭവിക്കുന്നുണ്ട് വചനത്തിന്റെ തീ ഇതിന്റെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാപിക്കേണ്ടവര് പ്രാപിച്ചോണം. വചനത്തിന്റെ തീ നിന്റെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുക. പ്രാപിക്കേണ്ടവര് പ്രാപിച്ചോണം. യേശുവിൻ നാമത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടതാണോ? രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. നിന്റെ അകത്തെ കത്തിക്കുന്ന ദൈവം, നിന്റെ അകത്തെ കത്തിക്കുന്ന ദൈവം, കത്തിക്കുന്ന ദൈവം. എന്തുകൊണ്ട്? അവന്റെ വചനം കൊണ്ട്. വിളിയുള്ളത് പുറത്തു പോവാം. വിളിയുള്ളത് പുറത്തു പോവാം. വഴിയാക്കുകളെ ഒരു ദൂതനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. 7-ാം വാക്യം, നീ ബലം പ്രയോഗിച്ചെന്നെ ജയിച്ചു. വചനത്തിന്റെ തീയുടെ സ്വാധീനം എന്റെ തീരുമാനത്തെ കത്തിച്ചു കളഞ്ഞു. എന്റെ ആശങ്കകളെ കത്തിച്ചു കളഞ്ഞു. എന്റെ ഭീരുത്വത്തെ കത്തിച്ചു കളഞ്ഞു. എന്റെ ഒറ്റപ്പെടലിനെ കത്തിച്ചു കളഞ്ഞു. എന്റെ മാനസിക സമ്മർദ്ദത്തെ കത്തിച്ചു കളഞ്ഞു. നിങ്ങൾക്കറിയാമോ, വചനത്തിന്റെ തീ അവന്റെ അകത്ത് കത്തിയപ്പോ അവൻ ഒരു കാര്യം മനസ്സിലായതാ. 11-ാമത്തെ വാക്യം വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. അല്ലേലും ഒറ്റപ്പെടൽ സംഭവിച്ച്, പരാജയം സംഭവിച്ച്, എല്ലാം സംഭവിച്ചു നിൽക്കുമ്പോൾ അകത്തു തീ കത്തി. അവൻ മൂടി വെച്ച വചനം, ഇനിയും പറയത്തില്ലെന്ന് പറഞ്ഞ വചനം, ഇനിയും പ്രസംഗിക്കത്തില്ലെന്ന് പറഞ്ഞ പ്രവചനം, അവന്റെ നാമത്തിൽ ഞാൻ സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞ തീരുമാനം, വചനം കത്തിക്കാൻ തുടങ്ങി. വചനം കത്തിക്കാൻ തുടങ്ങിയപ്പോ 11-ാമത്തെ വാക്യത്തിൽ അവന് വെളിപ്പാട് കിട്ടി. ഒരു മഹാവീരനെ പോലെ, ഒരു മഹാവീരനെ പോലെ ദൈവം എന്നെ പ്രയോഗിക്കുന്നു. ഇനി സംസാരിക്കുന്നില്ല, ഇനി പ്രവചിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം അകത്ത് മൂടി വെച്ചു. ആ വചനം അകത്ത് കത്തി. അകത്തു കത്തിയപ്പോൾ അവനൊരു വെളിപ്പാടുണ്ടായി.
അവനൊരു വെളിപ്പാടുണ്ടായി. തീരുമാനമെടുത്തപ്പോൾ ഉണ്ടായ വെളിപ്പാടായി. എന്റെ മേൽ വലിയൊരു വിളിയുണ്ട്. ആ തീരുമാനത്തിൽ ഉറയ്ക്കാൻ തുടങ്ങിയപ്പോ അവന്റെ അകത്ത് കത്താൻ തുടങ്ങി. കത്തിയപ്പോ ഒരു വെളിപ്പാടുണ്ടായി. മഹാവീരനെ പോലെ ദൈവം എന്റെ കൂടെ ഉണ്ട്. എന്നെ ഉപദ്രവിച്ചവർ ഇടറി വീഴും. എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. വിളിയുള്ളവരോടുള്ള ദൂത കേട്ടോ. വിളിയുള്ളവരോടുള്ള ദൂത കേട്ടോ. ദൈവം നിന്റെ കൂടുണ്ട്. ദൈവം നിന്റെ കൂടാണ്. ഒരു മഹാവീരനെ പോലെ. അകത്ത് കത്താൻ തുടങ്ങിയപ്പോ അവന് വെളിപ്പാട് കിട്ടി. എന്റെ ദൈവം എന്റെ കൂടെ. എന്നെ അടിച്ചവന്റെ കൂടല്ല, അടിക്കാൻ പറഞ്ഞവന്റെ കൂടല്ല, പരിഹസിച്ചവരുടെ കൂടല്ല, അപമാനിച്ചവരുടെ കൂടല്ല, എന്നെ ചതിച്ചവരുടെ കൂടല്ല. ദൈവം എന്റെ കൂടെ. വിളിയുള്ളവരെ തിരിച്ചറിയണം. വിളിയുള്ളവരെ തിരിച്ചറിയണം. ദൈവം നിന്റെ ഉത്സവ. വിളിയുള്ളവരുടെ ദൂത് ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഈ രണ്ട് കേട്ടോ. രണ്ട് കേട്ടോ. എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. അതോ മുമ്പേ വരേണ്ട. ഇത് കത്തുന്നതിന് മുമ്പേ വരെ എന്താ പറഞ്ഞേ? ദാരുണാന്ത്യം, മാനസിക സമ്മർദ്ദം, ശാരീരിക ക്ലേശം. പക്ഷെ വചനമകത്ത് കത്തിയപ്പം വിളിയുടെ വലിപ്പം മനസ്സിലായപ്പോ ആ മനുഷ്യൻ പറയാ, ദൈവം എന്റെ കൂടെ. എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. അവർ എന്നെ ജയിക്കത്തില്ല. ബുദ്ധിയോടെ ശ്രദ്ധിച്ചേ. ബുദ്ധിയിൽ അവർ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർ ലജ്ജിച്ചു പോകും. സ്വത്രം 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 എന്ന് പറഞ്ഞാൽ മുമ്പേ വരെ ബുദ്ധിയിൽ ചിന്തിച്ച ഇരമ്യാവ് ബുദ്ധിയിൽ ചിന്തിക്കാനുള്ള ഭാഗം വിട്ടു. വചനം കത്തിയപ്പോ അവന്റെ ബുദ്ധി മരവിച്ചു. ദൈവം ഏൽപ്പിച്ച വിളിയിലേക്ക് കയറി. അതിന്റെ മഹത്വം ഏറ്റെടുത്തു. തീരുമാനത്തെ തിരുത്തിയവൻ പറയാ, ബുദ്ധിയിൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നവർ ലജ്ജിക്കുന്ന നിനക്കെതിരെ ചടങ്ങ് ഇടറി വീഴാൻ പോവുകയാണ്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. യേശുവിന്റെ നാമത്തിൽ ഇനിയും നാം പ്രസംഗിക്കുന്നില്ല, ഇനിയും നാം പ്രവചിക്കുന്നില്ല എന്നൊക്കെ തീരുമാനമെടുത്തെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, ഹിരമ്യാവിനത് കഴിഞ്ഞില്ല. ഞാൻ ഓർത്തു, ഞാൻ തീരുമാനിച്ചു എന്നുള്ളത് സത്യമാണ്. അത് ഞാൻ അനുഭവിച്ച ആ ദുരിതങ്ങൾ അങ്ങനൊരു തീരുമാനത്തിലേക്ക് എന്നെ എത്തിച്ചു. പക്ഷെ ഞാൻ തീരുമാനിച്ചെങ്കിലും എനിക്കത് നടപ്പിലാക്കാൻ പറ്റി. കാര്യം എന്നറിയോ? എന്റെ അകത്തവനിട്ട വചനം എന്റെ അസ്ഥികളിൽ കത്തിക്കൊണ്ടിരുന്നു, എന്റെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരുന്നു. ഞാൻ ആ വചനത്തെ എന്റെ അകത്ത് മൂടാൻ ശ്രമിച്ചപ്പോൾ ആ വചനം എന്നെ മൂടി. ഞാൻ ആ വചനം എന്റെ അകത്ത് മൂടാൻ ശ്രമിച്ചപ്പോൾ ആ വചനം എന്നെ മൂടി. അതാ അസ്ഥികളുടെ മേൽ അടയ്ക്കപ്പെട്ടു. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു. ഇന്ന് ഈ വചനത്തിന്റെ തീ നിന്നെ തൊടാൻ പോവുക.
ഇതിനകത്ത് കത്തി നിൽക്കുക. ഇതിന്റെ അകത്ത് അത് ശക്തമായി വെളിപ്പെട്ട് നിൽക്കുക. ചാരത്തും ദൂരത്തുള്ള എല്ലാവരും പ്രാർത്ഥിച്ചോ. എല്ലാവരും പ്രാർത്ഥന. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഈ വചനത്തിന്റെ തീ നിങ്ങളെ തൊടും. നിങ്ങളുടെ അകത്ത് കത്തും 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 കത്തും. പ്രാർത്ഥിച്ചോ. പുതിയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്. അവനോട് സംസാരിച്ചപ്പോൾ, അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ, കൃപ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ കൂടെ നടന്ന് ക്രിസ്തു സംസാരിക്കുക. അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ ഒരു വാക്യമുണ്ട്. അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. അവരുടെ ഉള്ളം കത്തി. എന്താ? വേറൊന്നുമല്ല, വചനം. വചനം കത്തിക്കും. വചനം കത്തിക്കും. വചനം കത്തും. പ്രാർത്ഥിച്ചേ. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. ഞാൻ ആത്മനിയോഗത്തിൽ പറയുന്നു, ദൂത് നീ മറക്കരുത്. നിന്റെ വിളി ചെറുതല്ല. ഈ സാഹചര്യം കണ്ട് നീ പുറകോട്ട് പോകരുത്. ഈ അവസ്ഥ കണ്ട് നീ പുറകോട്ട് പോകരുത്. ഈ അനുഭവങ്ങൾ കണ്ട് നീ പുറകോട്ട് പോകരുത്. നിന്റെ വിളി ചെറുതല്ല, നിന്റെ വിളി വലുതാണ്. മറ്റുള്ളവർക്കില്ലാത്ത വിളിയാണ് നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്നത്. അത് നിന്നെ തന്നെ ബോധ്യപ്പെടുത്തുന്ന സമയങ്ങളാണ്. ഇങ്ങനെയുള്ള സമയങ്ങൾ വിളിയുള്ളവന് പാത്തിരിക്കാൻ കഴിയത്തില്ല. വിളിയുള്ളവൻ ഒതുങ്ങിയിരിക്കാൻ കഴിയത്തില്ല. വിളിയുള്ളവന് മാറി നിൽക്കാൻ കഴിയത്തില്ല. അവന്റെ അകത്ത് വചനം കത്തും. അവന്റെ അകത്ത് വിളി കത്തും. കത്തും കത്തും. ഇത് ഒതുങ്ങിപ്പോയവരെല്ലാം പുറത്തു വന്നോണ്ടിരിക്കുക. ഒതുങ്ങിപ്പോയവരെല്ലാം പുറത്തു വന്നോണ്ടിരിക്കുക. ഇന്ന് വചനം നിന്നെ കത്തിക്കുക. വചനത്തിന്റെ തീ നിന്റെ അകത്ത് കത്തുന്നു. ഒരറ്റ മുതൽ അങ്ങനെ അറ്റം വരെ വചനത്തിന്റെ തീ.